أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ജമ്മിലെ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ ജമ്മിന്റെ 68ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ കാലെടുത്തു വെക്കുന്നത്. നമ്മുടെ ചർച്ച ഇല്ലത്തിന്റെ 3ാമത്തെ ഈമാ. ആ ഈമായിൽ ഇല്ലത്ത് ഹുക്കുമായി അഥവാ വസ്ഫ് ഹുക്കുമായി അന്വരിച്ചു വരിക. ഈ അന്വരിക്കൽ പല നിബന്ധനയും വെച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ബഈദായി വരുന്ന രൂപങ്ങളുണ്ട്. ആ ബഈദായ രൂപങ്ങൾ ചിലത് ഇന്നലെ വിശദീകരിച്ചു. അതിന്റെ ബാക്കി വക്കത്തർത്തീബിൽ ഹുക്മി അലൽ വസ്ഫി, ഒരു വസ്ഫിന്റെ മേൽ ഹുക്ം എന്താവുക ക്രമീകരിക്കും പോലെ. അതിന്റെ ഉദാഹരണം അക്കിരിമിൽ ഉലമാ, പണ്ഡിതന്മാരെ നീ ബഹുമാനിക്ക്. പണ്ഡിതന്മാരെ നീ ബഹുമാനിക്കെന്ന് പറയുമ്പോൾ അവിടെ ഒരു വിധിയുണ്ട്. ആ ഹുക്കം ഒരു വസ്ഫുമുണ്ട്. ഏതാണത്? ഇപ്പൊ തെർത്തീബുൽ ഇക്റാം, ഇവിടെ ഇക്റാം ബഹുമാനിക്കുക എന്ന് പറയുന്ന പരിപാടി അലൽ ഇൽമി, അതൊരു ഇൽമിന്റെ മേലിലുള്ളതാണ്. ഇൽമുള്ളവരല്ല ഉലമാ ആകുള്ളൂ. അപ്പൊ ആ ഇൽമുള്ളത് കൊണ്ടാണ് അവർ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇൽമ് എന്ന് പറയുന്ന ഇല്ലത്തിന്റെ മേലിലാണ് ഇക്റാം എന്ന് പറയുന്ന ഒരു വിധിയെ തൃപ്തിയാക്കി കൊണ്ടുവന്നത്. അപ്പൊ ഇൽമില്ലെങ്കിൽ ഇക്റാമില്ലാതവിടെ ലൗലം യക്കുൻ, ഈ ഖിത്റാൻ അഥവാ ഹുക്മിനോട് വസ്ഫ് അന്വരിക്കുക എന്ന് പറഞ്ഞ് ഈ ഖിത്റാൻ ഇവിടെ ഇല്ല എങ്കിൽ അപ്പൊ ആ ഖിത്റാൻ ഇല്ലിയത്തിൽ ഇൽമി ലഹു, ഇക്റാമിന് ഇൽമ് ഇല്ലത്തായി വരിക എന്നുള്ളത് ഇല്ലാന്ന് വെക്കുക. എന്നാ പിന്നെ ലക്കാന ബഈദൻ, എന്നാ പിന്നെ ഹുക്ം എന്തായി വരും? ബഈദായിട്ട് വരില്ല, വസ്ഫ് ബഈദായിട്ട് വരും. അപ്പൊ അത് ബഈദാവാതിരിക്കാനുള്ള വകുപ്പാണ് ചെയ്യുന്നത്. അപ്പൊ ബഈദാകുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞത്. വക്കമൻഹി, നിശാരി തടയും പോലെ, മിമ ഒന്നുകൊണ്ട്, അത് യുഫവ്വിത്തുൽ മത്ലൂബ, ഇവിടെ എന്താണോ തേടപ്പെട്ടതെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തും. അങ്ങനെ ഫൗത്താക്കുന്ന ഒരു കാര്യം കൊണ്ട് ശാരി തടഞ്ഞു. അതും വരാലോ. ഉദാഹരണം ഖൗലിഹി തആല, അല്ലാഹു തആല പറയും പോലെ. എന്താ അല്ലാഹ് പറഞ്ഞത്? ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. ജുമുഅന്റെ സൂറത്തിൽ പറഞ്ഞതാണല്ലോ. ഖുതുബയിലേക്ക് നിങ്ങൾ വേഗം ഉണരണേ, കച്ചവടക്കുകളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇവിടെ കച്ചവടം ഒഴിവാക്കാൻ പറഞ്ഞു. ഇത് അല്ലേ? ഫൽ മൻഉ മിനൽ ബൈഇ വഖ്ത നിദാഇൽ ജുമുഅത്തില്ലതി ലദി ഖദ് യുഫവ്വിതുഹാ. ജുമുഅയെ നഷ്ടപ്പെടുത്തുന്നതായ ഒരു ബൈ ഉണ്ട് ഇവിടെ. ആ ബൈ ജുമയുടെ ബാങ്ക് കേട്ടാൽ നിർത്തിയിട്ട് വേഗം പോണെന്നാ. ആ ബൈ ആണ് ഇവിടെ തടഞ്ഞത്. ഇവിടെ മന്നി ചെയ്തു ഷാരിയെ. എന്തുകൊണ്ടാണ് മന്നി ചെയ്തെന്ന് ചോദിച്ചാല് അറിയാലോ, ജുമയെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ. ആ സമയത്ത് ജുമയ്ക്ക് പോയില്ലെങ്കിൽ കച്ചവടം ചെയ്താൽ ജുമ നഷ്ടപ്പെടുത്തൂലെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടാണ് മന്നി ചെയ്തത്. ലൗലം യകുല്ലി മദില്ലത്തി തഫീവിതിഹ, ആ ബൈ ജുമയെ നഷ്ടപ്പെടുത്തലിനെ വിചാരിക്കലില്ലാന്ന് വെക്കുക. മലക്കാന ബഈദൻ, പിന്നത് ബഈദായി പോയില്ലേ. ആ ബഈദല്ല. വഹാദിഹി അംസിലത്തുൽ ലിമത്തബഖ അലാ അന്നഹു ഈമാഉൻ. ഈ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും ഈമാ ആണ് എന്നതിന്റെ മേൽ ഇത്തിഫാഖ് ആയതിനുള്ളതാണ്. വഹുവ ഈമാ എന്ന് പറഞ്ഞാല് അൻ യകൂനൽ വസ്ഫു വൽ ഹുക്മു മൽഫൂളൈനി, വസ്ഫും ഹുക്മും ഇവിടെ പറയപ്പെട്ടതായിരിക്കാം. വഇൻകാന ഫീ ബഅദിഹ, ചിലതിൽ തഖ്ദീർ സങ്കല്പത്തിലായിരിക്കും. വഅക്സ് ഹാദൽ ഖിസ്മി, ഈ പറഞ്ഞതിന്റെ അഥവാ ഹുക്മും വസ്ഫും മൽഫൂളൈനി ആവുക എന്ന് പറഞ്ഞില്ലേ, അതിന് നേരെ മാറ്റം. അങ്ങനത്തെ ഈ ഖിസ്മിലുള്ള മാറ്റം ലൈസ ബി ഈമാഇൻ ഖത്അൻ, അതിലാർക്കും തർക്കമില്ല. അത് ഖത്അ അല്ല. അത് ഖത്അ നിലക്ക് ഈമാ അല്ല.
പിന്നെ അപ്പൊ ഇതിന്റെ മാറ്റം എങ്ങനെ വരിക നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ മാറ്റം എങ്ങനെയാ? ഇവിടെ വസ്ഫും ഹുക്കുമും മൽഫൂലൈനി ആവാതാണ്, രണ്ടും ഒഴിയപ്പെട്ടതാവുക. മൽഫൂലൈനി എന്ന് പറഞ്ഞാൽ മൻസൂസൈനി, രണ്ടും ഇവിടെ നെസ്സായി കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇനി നേരെ തിരിച്ചു വരിക, ആക്കിസ് നെസ്സാവാതിരിക്കുക. വഫിൽ വസ്ഫിൽ മൽഫൂലി വൽ ഹുക്മിൽ മുസ്തംബത്തി, വസ്ഫ് അഥവാ ഇല്ലത്ത് മൻസൂസ, അതേസമയത്ത് ഹുക്കുമോ മൻസൂസ് അല്ല, ഇസ്തിംബാത്ത് ചെയ്യപ്പെട്ടതാണ്. അതിൽ ആക്കിസിഹി, അതിന്റെ ആക്കിസിലും, ആക്കിസ് എന്ന് പറഞ്ഞാല് വസ്ഫ് മുസ്തംബത്താവുകയും ഹുക്മ് മൽഫൂലാവുകയും ചെയ്തു. വഫീഹി, എത്തരത്തിൽ ഈ അക്കിസിലാണ് അക്സറുൽ ഇലലി, അധിക ഇല്ലത്തുകളും ഉള്ളത് അക്കിസിലാണ്. അതിൽ ആ നിലപാടിൽ തന്നെ അക്കിസിനും അതുപോലെ വസ്ഫ് മൽഫൂലും ഹുക്കും മുസ്തംബത്തുമാവുക ഇതിലുണ്ട്. ഖിലാഫുൻ, ഒരുപാട് അഭിപ്രായം അതിനുണ്ട്. എങ്ങനത്തെ അഭിപ്രായം? മുഖ്തലിഫു തർജീഹി, ഏതിനെയാണ് തർജീഹാക്കേണ്ടതിൽ ഇഖ്തിലാഫ് ഉണ്ടാവണം. അങ്ങനത്തെ ഇഖ്തിലാഫ് ഉള്ളതായ ഖിലാഫുകളൊക്കെ ഈ വസ്ഫുൽ മൽഫൂലിലും ഹുക്കുമുൽ മുസ്തംബത്തിലും ആക്കിസിലും ഉണ്ട്. അത് കമാ അഫാദത്തു ഖിലാഫുണ്ടെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് ഇബാറത്തുൽ മുസന്നിഫി, മുസന്നിഫിന്റെ ഇബാറത്ത് ഇടുമ്പോൾ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ടത്. കീല, ആ പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നഹുമാ, ഇത് രണ്ടുമാകുന്നത് ഈമാ തന്നെയാണ്. ഇത് രണ്ടും ഈമാ തന്നെയാണ്. ഈമാ അല്ലാന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇത് രണ്ടും ഈമാ തന്നെയാണ്. ഏത്? വസ്ഫുൽ മൽഫൂലും ഹുക്കുമുൽ മുസ്തംബത്തും അതുപോലെ അക്സും, അത് രണ്ടും ഈമാ തന്നെയാണ്. തൻസീലിൽ മുസ്തംബത്തി മൻസിലത്തിൽ മൽഫൂലി, മൽഫൂലിന്റെ സ്ഥാനത്ത് ഇസ്തിംബാത്ത് ചെയ്യപ്പെട്ടതിനെ ഇറക്കുക. അങ്ങനെ ഇറക്കി വരുമ്പോ അത് രണ്ടും എന്തായി? ഈമാ ആയല്ലോ. ഖദ്ദമാരി, അപ്പോ ഇത് രണ്ടിനെയും മുന്തിക്കപ്പെടും. ഇന്നത്തെ താറുലാവുന്ന സമയത്ത് അല്ല ഇസ്തിംബാത്ത് ബില ഈമാ, ഈമാ ഇല്ലാതെ ഇസ്തിംബാത്ത് ചെയ്തതിനേക്കാൾ ഈമായോടുകൂടിയുള്ള ഇസ്തിംബാത്തിനെയൊക്കെ മുന്തിക്കപ്പെടും. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ലൈസ ഈമാ, അത് ഈമാ അല്ല, അത് രണ്ടും ഈമാ അല്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ അൽ അസ്വഹ് ഏതാ നോക്കുക? വൽ അസഹു അന്നൽ അവൽ, ആദ്യം പറഞ്ഞതാണ് അസഹ്. അൽ അവല് ഈമാൻ, ആദ്യം പറഞ്ഞല്ല ഈമാൻ, അതാണ് അസഹ്. ഏതാ അവല്? വസ്ഫ് മൽഫൂല് ഹുക്കും മുസ്തംബത്താവുക, ഇതാണ് ഇപ്പോ ആദ്യം പറഞ്ഞത്. ഇത് എന്താണ്? ഈമാന്യ, അതാണ് അസഹ്. ലിസ്തിൽ ജാബിൽ വസ്ഫി ലിൽ ഹുക്മി, വസ്ഫ് ഹുക്മിനെ എന്താക്കുന്നുണ്ട്? ലാസിമാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ശരി തന്നെയാണല്ലോ. ബിഖിലാഫി സാരി, രണ്ടാമത്തതിനെതിരെ. രണ്ടാമത്തത് എന്തല്ല, അങ്ങനെയല്ല. രണ്ടാമത്തത് ഏതാ? വസ്ഫ് മുസ്തംബത്ത് ഹുക്മു മൽഫൂള്, അതെന്താണ് എതിരെന്ന് പറയാൻ കാരണം അതില് ഹുക്മിനെ വസ്ഫ് നിർബന്ധമാക്കണില്ല. കാരണം ജവാസി കൗൽ വസ്ഫി, അതിലുള്ള വസ്ഫ് ആവൽ അമ്മായി വരൽ ജായിസാണല്ലോ. അതുകൊണ്ടാണ് അവിടെ അതിനെതിരെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തത് ശരിയാക്കി കൊണ്ടുവന്നത്. അപ്പൊ രണ്ടാമത്തത് ഈമാ ആവില്ല, ഒന്നാമത്തത് ഈമാ തന്നെ. മിസാലുൽ അവ്വലി, ഒന്നാമത്തിന്റെ ഉദാഹരണം. ഒന്നാമത്തിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞല്ലോ, എന്ത്? വസ്ഫ് മുസ്തംബത്തും ഹുക്കും മൽഫൂലും ആവുക. അതിന്റെ ഉദാഹരണം വഹല്ലല്ലാഹുൽ ബൈഅ, ഖൗലുഹു തആല വഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ അല്ലാഹു തആല ഹലാലാക്കിയിരിക്കുന്നു. ഇതൊരു ഉദാഹരണമാണ്. അവിടെ അല്ലാഹു തആല കച്ചവടത്തെ ഹലാലാക്കിയതല്ലേ പറഞ്ഞത്? ഈ കച്ചവടത്തെ ഹലാലാക്കിയത് പറയുമ്പോ ഫഹില്ലുഹു, ഈ ബൈ ഹലാലാവുക എന്നുള്ളത് മുസ്തൽസിമുൽ ലിസ്ഹതിഹി, ആ ബൈ ശരിയാവലിനെ നിർബന്ധമാക്കുന്നതാണ്. അപ്പൊ ബൈ ശരിയാവണമെങ്കിൽ എന്ത് വേണം? കച്ചവടം ഹലാലാവണ്ടേ. വഹല്ലല്ലാഹുൽ ബൈ, അല്ലാഹു തആല ബൈ ഹലാലാക്കിയതാണ്.
അപ്പോ ഇവിടെ എന്തായി? വസ്ഫ് മൽഫൂള. ഏത്? അഹല്ലല്ല. ഇത് ഇല്ലത്താണ്. ഇനി അതിനാൽ കച്ചവടം ശരിയാവണ്ടേ? അപ്പൊ ഹുക്മ് ലാസിമ. അതാണ് പറയുന്നത് വസ്ഫ് ഹുക്മ് ലാസിമാക്കുന്നതാണ്. അപ്പൊ കച്ചവടം ശരിയാകുന്നതാണ്. ഹലാലാവുമ്പോ കച്ചവടം ശരിയാവും. വസ്താരി. ഇനി രണ്ടാമത്തിന്റെ ഉദാഹരണം. രണ്ടാമത്തത് ഏതാന്ന് ചോദിച്ചാല് എന്താ പറയാ? വസ്ഫ് മുസ്തംബത്ത്, ഹുക്മ് മൽഫൂളമായി. അതിന്റെ ഉദാഹരണം ഇരുവയായി വരുന്ന വസ്തുക്കൾക്ക് തുഅമ് അല്ലെങ്കിൽ അതല്ലാത്തത് കൊണ്ട്, അല്ലാത്തത് പറയുമ്പോ അളത്തമാകാം, തൂക്കമാകാം, ഒക്കെ ആവാം, കൂത്തക്കാവാം. ഇങ്ങനത്തത് കൊണ്ട് എന്താവുക? ഇല്ലത്താക്കുക. അതാണ് രണ്ടാമത്തത്. അപ്പൊ ഇവിടെ ഇല്ലത്ത് തുഅമ് എന്നൊക്കെ പറഞ്ഞ വസ്ഫാണ്. ഈ വസ്ഫ് ഇസ്തിംബാത്താണ്. ഹുക്മാണെങ്കിലോ മൽഫൂളമാണ്. മിസാലുൻ നദീരി, നദീറാവുക എന്ന് പറഞ്ഞല്ലോ. ആ നദീറിന്റെ ഉദാഹരണം ഇവിടെ നമ്മൾ നദീർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഔ നദീറുഹു ലിനദീർ ഹുക്മി, ഹുക്മിന്റെ നദീറിനോട് വസ്ഫിന്റെ നദീർ. ആ നദീറിന്റെ ഉദാഹരണം ഹദീസ് സ്വഹീഹൈനി, സ്വഹീഹായ ഹദീസാണ്. സ്വഹീഹൈനുള്ള ഹദീസാണ്. എന്താ സ്വഹീഹൈനിലുള്ള ഹദീസ്? കാലത്ത് യാ റസൂലല്ലാഹ്, ഒരു പെണ്ണ് വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ എന്റെ ഉമ്മ മാത്തത്ത്, എന്റെ ഉമ്മ മരിച്ചു, വാലേഹ, ഉമ്മാക്കുണ്ട് സോമനത്, നേർച്ചയായ നോമ്പുണ്ടായിരുന്നു, ഉമ്മ മരിച്ചുപോയി, നോറ്റിട്ടില്ല. അപ്പോ അവ അസോമു അൻക, ഉമ്മയെ തൊട്ട് ഞാൻ നോമ്പ് തോൽക്കട്ടെ എന്നാണ് നബിയോട് ചോദിച്ചത്. അപ്പൊ കാല, അപ്പൊ നബി തങ്ങൾ കൊടുത്ത പ്രത്യുത്തരം, അറായിത്ത, നീ എന്താ അഭിപ്രായപ്പെടുന്നു? അറായിത്തി, പെണ്ണെ നീ എന്താ അഭിപ്രായപ്പെടുന്നു? ലോകാര അല ഉമ്മയ്ക്ക് ധൈര്യൻ, നിന്റെ ഉമ്മാക്ക് കടമുണ്ട്, അങ്ങനെ കളയിത്തി, നീ ആ കടം വീട്ടി. എന്നാൽ ആ കാരയോ അന്തി അൻഹ, എന്നാൽ ഉമ്മാരെ കടത്തെ തൊട്ട് ജീ വീട്ടിയ കടം വീട്ടുമോ എന്ന് ആ പെണ്ണിനോട് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, കാലത്ത് ഞാൻ അതെ വീട്ടും നബിയേന്. അപ്പൊ കാല, നബി പറഞ്ഞു, അപ്പൊ സോമി അനുമ്പിക്ക്, നിന്റെ ഉമ്മയെ തൊട്ട് നീ നോമ്പ് നോറ്റള. ഐ വൈനോയു അന്തി അൻഹ, ആ ഉമ്മാന്റെ നോമ്പിനെ തൊട്ട് ഈ നോമ്പ് വീട്ടും. സ അലത്തുഹു, ഇവിടെ പെണ്ണ് ചോദിച്ചു നബിനോട് അന്തൈരില്ല, കടത്തെ തൊട്ട് ചോദിച്ചു. അല്ലെങ്കിൽ മയ്യത്തി, മയ്യത്തിന്റെ പേരിലുള്ള കടത്തെ തൊട്ടാണ് ഇവിടെ ചോദിച്ചത്. ജവാസ് ഖളായി അൻഹു, ആ കടത്തെ തൊട്ട് ഖളാ വീട്ടൽ ജായിസ് ആണോ എന്നുമാണ്. ആ ജവാസിനെ തൊട്ടുമാണ് ചോദ്യം. അപ്പൊ മയ്യത്തിന് കടമുണ്ട്, കടമുണ്ടാവുന്ന ആ മയ്യത്തിനെ കടം വീട്ടിലാ ചോദിച്ചത്. അപ്പൊ അതക്കറലഹ, അപ്പോൾ നിമിത്തങ്ങൾ അവളോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ദൈരൽ ആദമി, ഒരു മനുഷ്യന്റെ കടം അലേഹി ആ മയ്യത്തിന്റെ പേരിലുണ്ട്, ഒരു മനുഷ്യന്റെ കടം ആ മയ്യത്തിന്റെ പേരിലുണ്ട് എന്ന് ആ പെണ്ണിനോട് നബി പറഞ്ഞു. വഖററഹ, അങ്ങനെ ആ പെണ്ണിനെ ഉറപ്പിച്ചു കൊടുത്തു. അലാ ജവാസ് ഖളാഇ അൻഹു, ആ കടത്തെ തൊട്ട് കടം വീട്ടുവാൻ, ആ മയ്യത്തിനെ തൊട്ട് കടം വീട്ടാൻ ജായിസാണ് എന്നതിന്റെ പേരിൽ ആ പെണ്ണിനെ സമ്മതിപ്പിക്കുകയും ചെയ്തു. വഹുമ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നദീറാനി, രണ്ടും നദീറാണ്, രണ്ടും നദീറാണ്. ഫലൗലം യകുൻ ജവാസുൽ ഖളാഇ ഫീഹിമ, ഇവ രണ്ടിലും ഖളാ, ഈ രണ്ട് നദീറിലും ഖളാ വീട്ടാൻ ജായിസില്ല എങ്കിൽ, ആ ജവാസ് ലിയത്തിൻ ദൈനിലോ, ആ കടത്തിന് മയ്യത്തിന്റെ പേരിലുള്ള ആ കടത്തെ വീട്ടാൻ ജായിസ് ആവുക, ആ ജായിസിന് ഈ ധൈര്യം ഇല്ലത്താവലിന് പറ്റൂലെന്ന് വെക്കുക. നിലക്കാന് ബഈദ, നബിനെ ബഈദായി പോകൂലേ? അപ്പൊ അത് ബഈദാകുമല്ലോ പറ്റൂലെങ്കിൽ. അപ്പൊ ഇവിടെ തെളിവായി പറ്റുമല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഇനി വലായുസ്തറതു ബിൽ ഈമായി, ഈമാ ഉള്ള മൂന്നാമത്തെ തുറക്ക് പറഞ്ഞത്, ആ ഈമായിൽ സർത്താക്കപ്പെടൂല
മുനാസബത്തുൽ വസ്ഫിൽ മൂബായിലേഹി, ഏതൊന്നിലേക്കാണോ ചൂണ്ടപ്പെടുന്നത് എങ്കിൽ ഇഷാറത്താക്കപ്പെടുന്നത് അങ്ങനെ മൂബായിലേഹിയായ ആ വസ്ഫ്, ആ മൂബായിലേഹിയായ വസ്ഫ് യോജിക്കുക എന്നുള്ള ഷർത്തില്ല. എന്തിനോട്? ഉക്കിമിനോട് യോജിച്ച് വരണം എന്നും ഷർത്തില്ല. ഇന്നൽ അക്തരി, അധിക ആളുടെ അടുക്കലും. അത് വിരാനല അന്നൽ ഇല്ലത്ത, നിശ്ചയമായിട്ടും ഇല്ലത്ത് ബിമാനൽ മുഅർറഫി, അടയാളമാണ് ഇല്ലത്ത് എന്നതിനർത്ഥം വെച്ചു. അത് പ്രകാരം എടുത്തിട്ടാണ് ഈ പറഞ്ഞത്. വക്കീല, യോജിക്കണം എന്നുള്ള ഷർത്താണ്. അത് ബിനാഅല അന്നഹ, നിശ്ചയമായിട്ടും ഈ പറഞ്ഞത് ഇല്ലത്ത് ബിമാനൽ ബാഇസി, പ്രേരിപ്പിക്കുന്നതാണ് എന്ന അർത്ഥപ്രകാരമാണ് ഇല്ലത്ത് വന്നതെങ്കിൽ അപ്പൊ ഇവിടെ മുനാസബത്ത് എന്ത് വേണം? നിർബന്ധ ഷർത്താണ്. ഇല്ലത്ത് അടയാളമാണ് എന്ന അഭിപ്രായ പ്രകാരം വരികയാണെങ്കിലോ ഹുക്മിനോട് യോജിച്ച് വല്ല ഷർത്തൊന്നുമില്ല. അപ്പൊ മൂബായിലേക്ക് യോജിക്കുക, ഹുക്മിനോട് യോജിച്ച് വരണം. ഇനി നാലാമത്തെ തുറുക്ക് മസാലിക്കിൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ വഴികളിൽ നിന്ന്, ഇല്ലത്തായി വരാൻ പറ്റുന്ന വഴികളിൽ നിന്ന് നാലാമത്തെ വഴി അസബറു, സബറ്, സബറ് എന്ന് പറയുന്ന സാധനമാണ്. തഖ്സീമും സബറും വഹുവ അസ്റുൽ ഔസാഫി. ഈ സബറ് തഖ്സീമ് ഇത് ഇവിടെ അസ്രിൽ അൽ മൗജൂദത്തി ഫിൽ അസ്രി അൽ മഖീസ് അലൈഹി, മഖീസ് അലഹിയാകുന്ന അസ്രി, ആ അസ്രിൽ എത്തിക്കപ്പെട്ടതായിരിക്കുന്ന വിശേഷണങ്ങൾ അവയെ ഹസ്റാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സബർ തഖ്സീമൊക്കെ. ഇത് ഒന്നിനുള്ള ലക്കബലം തന്നെയാണ്. സബർ തഖ്സീം രണ്ട് പേരുണ്ടതേ ഉള്ളൂ, ഒക്കെ ഒന്ന് തന്നെയാണ്. ഇല്ലത്ത് ആകാൻ ഈ വിശേഷണങ്ങളിൽ നിന്ന് ഒന്നും പറ്റൂലെന്ന് വെക്കുക, അങ്ങനത്തെ വാത്തിലാക്കലുമാണ്. അങ്ങനെ വരുമ്പോ അയ്യരു ബാക്കിയിലഹ, പിന്നെ ഇല്ലത്താവാൻ മറ്റുള്ളത് നിർബന്ധമാവുകയും ചെയ്യും. പറ്റാത്ത ഒഴിവാക്കും, പറ്റുന്നെടുക്കും. അത് ഇത്രയും നല്ല ക്ലിപ്തമാവും നിൽക്കുകയും ചെയ്യും. ഉദാഹരണം ഔസാഫിൽ മുറി, മുറിന്റെ ഔസാഫുകൾ ക്ലിപ്തമായി നിൽക്കും പോലെ. എവിടെ? ഫി ഖിയാസി ദർറത്തി, ദർറത്ത് ചോളോത്തിന് ഖിയാസാക്കുന്നതിൽ. മസലൻ അതൊരു ഉദാഹരണം പറഞ്ഞതാ. അലൈഹി, മുറിന്റെ മേൽ ഖിയാസാക്കുക. എന്ത് വിഷയത്തിൽ? ഫി തുഅബി, തുഅബില്. വൈരിഹി, അതല്ലാത്തതിനും. അപ്പൊ തുഅബ് അല്ലാത്ത ഏതെല്ലാം ഉണ്ടോ അത്തരം കാര്യത്തിൽ ദർറത്ത് എന്ന് പറയുന്ന ചോളോത്തിനെ ഖിയാസാക്കുക. എന്നിട്ട് തുഅബ് അല്ലാത്തതിനൊക്കെ വാത്തിലാക്കപ്പെടുകയും ചെയ്യുക. എങ്ങനെ? ബിത്വരീഖിഹി, ഇബ്താല് എന്ന വഴി പ്രകാരം വാത്തിലാക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? വയതഅയ്യനു അത്തുഅബു ലിൽഇല്ലിയതി. അപ്പൊ ദർറത്ത് പലിശ വരാൻ കാരണം തുഅബത്താവുക, അതാണ് ഇല്ലിയത്ത്. അത് മാത്രമേ ഇല്ലത്തുള്ളൂ, മറ്റതൊക്കെ കളഞ്ഞു. അതുകൊണ്ട് സബർ എന്ന് ലുഗത്തൻ, ഭാഷാപരമായി സബർ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇഖ്തിബാറു, അത് വർത്തമാനം പറയലാണ്. ഫതസ്മിയതു ബിമജ്മുഉൽ ഇസ്മൈനി, രണ്ട് ഇസ്മി കൊണ്ട് കൂട്ടിയിട്ടുള്ള പേര് വെക്കല്. വാളിഹത്തുൻ, അത് വാളിഹായതാണ്, വലിയ യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോ അന്ന അസ്റുൽ ഔസാബിൽ അസ്റു വൈത്താലും അപ്പൊ രണ്ടും കൂടി കൂട്ടിയിട്ട് പേര്, രണ്ട് ഇസ്മ ഉള്ളത്, രണ്ടും കൂടി ഒറ്റ പേരാ. ഇങ്ങനെ പേര് വെക്കലുണ്ടല്ലോ, മുറക്കമായി കൂട്ടിയോ അല്ലെ, രണ്ടും കൂട്ടി മജ്മൂആക്കിയിട്ടൊരു പേര്. അത് വാളിഹായതല്ലേ. ചിലപ്പോ സബറി എന്നതിന്റെ പേരിലും പറയും. രണ്ടും കൂട്ടി പറയുന്നെങ്കിൽ ചിലപ്പോ തഖ്സീം എന്ന് പറയും, ചിലപ്പോ സബർ എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ആ രൂപത്തിലുള്ളതാണ്. എന്തായാലും വേണ്ടില്ല, രണ്ടും കൂടി കൂട്ടി പേരാണ്. നാലാമത്തത്
ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ എടുക്കാം. അള്ളാഹു എടുത്തോടത്തോളൊക്കെ ഹൈറാക്കി തരട്ടെ. ഇന്ന് ഞാൻ അൽഹംദുലില്ലാഹ് ക്ലാസ് എടുക്കാൻ വിചാരിച്ചതല്ല, അത്രയും പ്രയാസമുണ്ട്. എന്നിരുന്നാലും ആ തബറുക്കിന് വേണ്ടി അത് ക്ലാസ് എടുത്തു. അൽഹംദുലില്ലാഹ് ബാക്കി സുഗമമായി എടുക്കാനും നല്ല രീതിയിൽ എടുക്കാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.